എന്താ ഇങ്ങനൊക്കെ? ഐ ഗോട്ട് ബ്രേക്കപ്പ്. നൈസ് ഫിനിഷ്. ആയെന്ന് എത്ര മാസമായിരുന്നു അളിയ? 4 മാസം ആയെന്ന്. 4 മാസം ഗർഭിണിയായിരുന്നു അവൾ. ഗർഭിണിയല്ല, 4 മാസത്തെ റിലേഷൻ ആയിരുന്നെന്ന്. നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ തന്നെ ആദ്യത്തെ ബ്രേക്കപ്പാ. ആഘോഷിക്കാം. അയ്യോ കഞ്ചാവൻ. ആഘോഷമില്ല, ആശംസ മാത്രം. എന്നെ രാവിലെ ഉറക്കം എണീപ്പിക്കുന്ന അവളായിരുന്നു. ഇനി അലാറം വെച്ചാൽ മതി, സമയത്തിന് എണീക്കാം. എന്നോട് സമയത്തിന് ഫുഡ് കഴിക്കാൻ പറയുന്നത് അവളായിരുന്നു. ഓ ഇനി വിശക്കുമ്പോ തന്നെ കഴിച്ചോളൂ അളിയ, അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ? എന്നാലും അവളിങ്ങനെ കാണിക്കും. സ്വപ്നത്തിൽ പോയിട്ട് ജീവിതത്തിൽ പോലും വിചാരിച്ചില്ല അളിയ. നീ നോക്കിക്കോളയാ, അവളെ കെട്ടാൻ പോന്നവൻ തെണ്ടി, നാറി, ചെറ്റ, പരനാറി, കഞ്ചാവ്, MDM, കല്ല്. വേറെ വേറെ എനിക്ക് ഇത്ര അറിയാവുള്ളൂ, വേണേ അവിടെ ചോദിര്. വേണ്ട, ഇതെല്ലാം അടിച്ചടക്കുന്ന ഒരു ഫ്രോഡ് ആയിരിക്കും അളിയ. അയ്യോ സാറ് കെട്ടണമെന്നല്ല പറഞ്ഞത്. സുബിനെ നീ തളരരുത്, അവളെ ഞാൻ കെട്ടട്ടെ. അതെന്തിന്? അതാവുമ്പോ എന്റെ വീട്ടിൽ വന്ന് നിനക്ക് എന്നും കണ്ടോണ്ടിരിക്കാമല്ലോ അവളെ. നല്ല ഐഡിയ, അതാകുമ്പോ നമുക്കും കാണാമല്ലോ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ജയ്സ? അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത്. ഇത് അവസര പുറത്ത്. പോടാ, ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താ. ഇവന്റെ ഡിപ്രഷൻ കാരണം ഞാൻ പാന്റ് പോലും ഊരിട്ടില്ല. ആന്ധ്ര, നീ പാന്റ് ഊരി അവന്റെ ഡിപ്രഷൻ നിന്റെ പാന്റോട് ഊരി പോകും. കഞ്ചാവ പറഞ്ഞതെങ്കിലും പറഞ്ഞത് പോയിന്റ്. നീ എന്തിനീ ഓവറാക്കുന്നത്? ഓവറോ? ഞാനോ? ഓ ഇത് തന്നെ ഓവറല്ലേ? ഓവറാ ഓവറാ. ഓവർ ആക്കൂടാ. നിനക്കൊന്നും ബ്രേക്കപ്പിന്റെ വേദന അറിഞ്ഞൂടാ. ഇതുവരെ ഒരു പെണ്ണു പോലും പ്രേമിക്കാത്ത നിനക്കെങ്ങനെ ആ വേദന അറിയാം? എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഇവനറിയാലോ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ബ്രേക്കപ്പ് ആയ നെഞ്ചത്ത് കല്ല് വെച്ച വേദനയാണ്. അങ്ങനെയാണോടാ? അത്രയ്ക്കൊന്നും ഇല്ല. അത് നാളെ ആവുമ്പോ കല്ല് വരും. സെറ്റ്, നാളെ കല്ല് വരുമെന്ന്. കല്ലല്ല കഞ്ചാവേ, ചങ്ക് പൊട്ടുന്ന വിഷമം വരുമെന്ന്. സുബിനെ, every breakup is a wake up and is the Is the remaining loneliness of the night is the darkest face of the 50 Shades of Grey. Have you watched it? Every breakup is a break. Take a break. Have a Kit Kat. എന്ത്? ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. എന്തോ പറഞ്ഞേ? എന്തുന്നാ പറഞ്ഞത്? അടിച്ച് ഡാ, പെണ്ണുള്ളവനെ ബ്രേക്കപ്പ് ഉള്ളൂ. നമുക്കൊന്നും അതില്ല. അതുകൊണ്ട് നീ അതിൽ അഭിമാനിക്കും. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ അടുത്ത പെണ്ണ് വരും. ചിലപ്പോ നീ അവളെ കെട്ടും, ചിലപ്പോ ഡിവേഴ്സ് ആവും. അപ്പൊ ഞാൻ കെട്ടോളിയാ? ആരടാ ബ്രേക്കപ്പ് ആയിരിക്കുന്നവനെ പിന്നെ ഡിപ്രഷൻ ആക്കാൻ നോക്കുന്ന? ഒന്ന് പോടാ നീ വാളിയ. നിനക്കൊരു ശാസ്ത്രീയ വശമുണ്ട്. നമുക്ക് അഴലിന്റെ ആഴങ്ങളിട്ട് ആഴത്തി കരയാം. സാറേ, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണ്ടേ? പിന്നെ ഞാൻ ഇവിടെ ചരക്കാൻ വന്നതെന്ന് വിചാരിച്ചാ? ഇടിയൻ ചന്ദ്രൻ, റിട്ടയർഡ് DSP. അപ്പുറത്തെ വീട്ടിലാ താമസം. സംഭവം എത്ര ഉണ്ടായിരുന്നു? 25. തൊണ്ടി മുതൽ തെണ്ടിത്തരം കാണിക്കാതെ ഉള്ള പറ. 20. അല്ല, സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തില്ലേ? എങ്ങനെ ഇങ്ങനെ സമ്മതിക്കണ്ടേ? ഇവിടെ പട്ടിയൊന്നുമില്ലായിരുന്നു. ഉണ്ടായിരുന്നു, കൊണ്ടുപോയി. ലാബായിരുന്നു. ലാഭം കിട്ടിയ അപ്പോഴേ അങ്ങ് കൊടുത്തോടാം. അയ്യോ, പട്ടി ലാബായിരുന്നു. വൈഫ് കൊണ്ടുപോയി. വൈഫ് എവിടെ? ഡൈവേഴ്സ്, അവിഹിതം. ഓ ഐ ആം സോറി. ഇപ്പൊ എല്ലായിടത്തും ഇതൊക്കെ തന്നെ. അല്ല, എങ്ങനെയാ തൂക്കിയത്? ഒരു ദിവസം അവള് ജോലിക്ക് പോയിട്ട് നേരത്തെ കയറി വന്നു. അപ്പൊ ഞാനും സർവന്റും കൂടെ അടുക്കളയില് കൊല തൂക്ക്. അപ്പൊ വിഹിതം നിന്റെ ആയിരുന്നു. വാ, നിന്റെ പേരെന്തുവാടാ? ശംഭു. വായിലെന്തുവാന്നല്ല ചോദിച്ച? അത് തന്നെ, ശംഭുകുമാർ. വെള്ളം വെള്ള. നീ യേശുദാസിന്റെ? ആരുമല്ല, സാറിന്റെ ഡ്രൈവറാ. ലൈസൻസ് ഇല്ല? ഇല്ല, എനിക്ക് ലേണേഴ്സ് ഉണ്ട്. മൊലാളി മടിയൻ ഇടിയൻ സാറിനെ മാറ്റിയിട്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടു. 19.8 പവനാണ് പോയേക്കുന്നത്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ശംഭു, ആ കണക്കൊന്ന് പറയൂ. ടെൽ മീ ദ മാത്തമാറ്റിക്സ്. അല്ല, ഒരു വീട്ടിൽ 25-50 പവൻ കാണുമല്ലോ. അയ്യോ സാറാ, പാവാ. ആ പാവയുടെ ബാറ്ററി ഞാനിന്ന് പോരും. ഓ, കണ്ടവനെ കിട്ടിയില്ലെങ്കിൽ കട്ടവനെ പ്രതിയാക്ക്. ഇതിന്റെ തത്വം പോലും നിനക്കെതിരാണല്ലോ. തൊണ്ടി എവിടാ തെണ്ടി? ഫയർമാൻ സിനിമ ഞാനും കണ്ടതാ. കണക്ക് പറഞ്ഞ പ്രതിയാവൂ? ഹൗ ഡെയർ യു? ഞാൻ സുഖമൊന്നല്ലേ പറഞ്ഞ സാർ, ഹൗ അറിയുന്നില്ല ചോദിച്ചത്. കണ്ട ഇംഗ്ലീഷ് സിനിമ സൗണ്ട് ഇല്ലാതെ കണ്ടിട്ടെ. അന്തോണിച്ച, നിന്റെ സ്വർണം ഞാനിപ്പോ കൊടുത്തു. ഈ പാവയെ ഞാനിങ്ങ് എടുക്കുക. അച്ഛാ, ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് വിട്ടു വരാം. ഇതിനെവിടെ കൊടുക്കുന്നുണ്ടോ? ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു സ്ത്രീ ഇങ്ങനെ വസ്ത്രം ധരിച്ച് പുറത്തു പോകാറില്ല. അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നാലും പോണ്ട. പക്ഷെ നിന്റെ ഭർത്താവിന്റെ കുടുംബത്തിലുള്ള സഞ്ജയനില്ലാത്ത കുഴപ്പം എന്തിനാണ് അച്ഛന്? സഞ്ജയന്റെ പ്രോപ്സ് ഇല്ലേ? ചെറുതായിട്ടൊരു കുഴപ്പമോട്. ഒന്നുമില്ല. ഒരു പെണ്ണുണ്ണി. ഞാനൊക്കെ എന്റെ ഭാര്യ വരച്ച വരയിൽ നിർത്തിയവനാ. വെറുതെ അല്ല അപ്പുറത്ത് ഗോപാലങ്ങളുടെ കൂടെ പോയത്. ഞങ്ങളുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളാരും മുഖത്തോക്കി സംസാരിക്കാറില്ല ആണുങ്ങളുടെ. എന്താ അവരൊക്കെ ഊമാളായിരുന്നോ ഈ സഞ്ജു?
അതൊക്കെ പോട്ട്. ഇവിടെ എനിക്ക് തിന്നാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ആ സ്വിഗ്ഗിന്ന് വരും. സ്നഗ്ഗി വരുമെന്ന് ആര്? സ്വിഗ്ഗി വിശക്കുമ്പോ അവര് കൊണ്ടു തരും. എനിക്ക് അതിനെ കണ്ടവന്മാര് കൊണ്ട് തരുന്ന ഫുഡൊന്നും വേണ്ട. നാടെ പച്ചവെള്ളം കുടിച്ചോണ്ടിരിക്കും. കളിയാക്കുന്നറ. ഒന്നുമില്ല, ഞാൻ അച്ഛനല്ലേ. എന്റെ അമ്മൂമ്മയൊക്കെ എന്റെ അപ്പൂപ്പനെ കണ്ടാ പേടിച്ച് വിറയ്ക്കുമായിരുന്നു. റിയലി? അതെ, പക്ഷെ പുള്ളിക്ക് 16 മക്കളായിരുന്നു. വെറുതെ എല്ലാവരും പേടിച്ചത്. പോർ ഗ്രാൻഡ് മാ. അപ്പുറത്തെ രാമുന്റെ മരുമോളുണ്ടല്ലേ, 5 മണിക്ക് സെറ്റ് സാരി കൊടുത്ത് അടുക്കളയിൽ കയറി അപ്പം ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അപ്പം ഉണ്ടാക്കി തരും. ഇവിടെ ഒരു തീർത്ത് അപ്പം ചോദിച്ചാൽ അവളെന്റെ അപ്പനെ വിളിക്കുന്ന അവസ്ഥ. ഓ ഐ വിൽ ഷോ. എന്താ ചെയ്യുന്നേ? ഓർഡർ ചെയ്ത ഫുഡ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. അതെനിക്ക് പള്ള കായുന്നുണ്ട്. രാമുന്റെ മരോളത്തോട് ചെല്ലും. അവൾ ഇപ്പൊ അപ്പം ഉണ്ടാക്കി തരും. അത് കഴിച്ചാൽ മതി. കോൺട്രി തന്ന പൊടി പോയത് കണ്ടോ? നീ ഒന്ന് മുണ്ടുമടക്കിയാ തീരാവുന്ന കേസേ ഉള്ളൂ. സഞ്ജു വി ആർ ആ ഓ കമ്മിങ് ഹണി. മോളെ സ്നഗ്ഗി ക്യാൻസൽ ചെയ്യണ്ട. ചെയ്യും ഞാൻ. 4 മാസം കാണിക്കണ്ടായിരുന്നു. ചേട്ടാ എനിക്കൂടെ ഒരു ചാൻസ് വാങ്ങി തരൂ. ഞാൻ നല്ല നടനാ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്റെ പടത്തിൽ ചാൻസ് ഇല്ല ചാൻസ് ഇല്ലെന്ന്. എന്തോ കേട്ടാ ചാൻസ് ഇല്ല സ്ക്രിപ്റ്റ് നോക്കി വരുന്നത് മാറിയില്ല. അല്ല, സാറ് വിളിച്ചായിരുന്നു. തന്റെ അടുത്തല്ലടോ അവന്റെ അടുത്ത്. സാറേ ഈ സ്ക്രിപ്റ്റിനകത്ത് എന്തായാലും എനിക്കൊരു റോൾ ഉണ്ട് സാറേ. സാർ ഒന്ന് കേറി. കേറി വാ. സാർ, നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് ബൈജു എന്നാണ്. ബൈജു ഞാനേ സങ്കല്പിച്ചോ. സാർ, ഈ ബൈജു എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എടാ കാമടാ ശാന്തം. അതല്ലായിരുന്നില്ലേ? അനിയെ സർട്ടിഫിക്കറ്റ് ആക്കല്ലേ. അങ്ങനെ ഈ കാമായിട്ടുള്ള ബൈജുവിന് ഒരു കാമുകയുണ്ട് സാർ. തമന്നെ ഫിക്സേ. സമന്തയായാലും തമന്നെ മതി. സാറേ എന്ത് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ റെഡിയാണ് കേട്ടോ. എറിഞ്ഞു കൊന്നുകളെ. സാറ് പറഞ്ഞു. അങ്ങനെ സമാധാനമായി പൊക്കോണ്ടിരിക്കുന്ന ബൈജുവിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ആപ്പിലാവുകയാണ് സാർ. ഓ ബൈജു സാബ്. നിന്നെ വെച്ചാ ഞാൻ ആപ്പിലാവും. താൻ ബാക്കി തൊല്ലി. അങ്ങനെ നമ്മുടെ ബൈജുവിന്റെ അച്ഛൻ ജവാൻ അടിച്ചടിച്ച് വൃക്ക തകരാറിലാവുകയാണ് സാർ. അങ്ങനെ വൃക്ക കിട്ടാണ്ടായപ്പോ സ്വന്തം കാമുകി പോലും അറിയാതെ അവളുടെ വൃക്ക എടുത്ത് അവൻ അച്ഛന് കൊടുക്കുകയാണ് സാർ. ഇറങ്ങിപ്പോടാ സാർ, നിന്നെ ഞാനൊരു മാന്യനായിട്ട് തെറ്റിദ്ധരിച്ചു പോയി. സാർ, ജനങ്ങൾ ബൈജുവിനെ ഏറ്റെടുക്കും. എടുത്തിട്ടടിക്കും. സാർ, ഇതെന്റെ ഡ്രീം പ്രൊജക്റ്റ് ആണ് സാർ. എന്നാ നീ അത് ഉറങ്ങുമ്പോ കാണ്. എഴീച്ചു പോടാ. മലയാള സിനിമ എങ്ങനെ ഗതി പിടിക്കും? വിളിക്കാം. എന്താടാ മുഖത്തൊരു കുണ്ഠിതഭാവം? അവളുടെ വീട്ടിൽ ആലോചനകൾ വന്നു തുടങ്ങി. വേലായുധേട്ടാ, ഒരു തേപ്പിനുള്ള കോളല്ലേ അത്? ഡാടാ അവക്ക് എന്നെ മതി. അവക്കൊക്കെ എന്തേലും മതി. ഡാടാ നിന്നെയൊക്കെ വല്ലവന്മാരും തേച്ചിന്റെ അല്പം എന്റെ അടുത്ത് തീർക്കല്ലേ. ഇങ്ങനൊക്കെ തന്നെ എല്ലാത്തിന്റെയും തുടക്കം. ഇതൊരു ഹിന്റാണ്. ഹിന്റോ? ആദ്യം അവര് കല്യാണാലോചന വന്നെന്നും പറഞ്ഞ് തളർത്തും. പിന്നെ ഇവിടെ ഫോട്ടോ കണ്ടപ്പോഴേ ചെറുക്കം കൂട്ടൊരു ഫ്ലാറ്റ്. പിന്നെ ചെക്കന് സർക്കാർ ഉദ്യോഗാണത്രേ. കുടുംബം സുരക്ഷിതം. പിന്നെ ഒരു റൈറ്റും ഉണ്ട്. എനിക്ക് പറ്റുന്നില്ല. അവിടെ അതെ, വെള്ളം അടിച്ചിട്ട് വെറുതെ പെണ്ണുങ്ങളെ പറ്റി വേണ്ടാതിനും പറയല്ലേ. അയ്യോ, പ്രേമമായ ഒന്നെങ്കിൽ ആണ് പറ്റിക്കും അല്ലെങ്കിൽ പെണ്ണ് പറ്റിക്കും. അതൊരു നാട്ടുകടപ്പ. അല്ലാതെ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞൊന്നുമില്ല. ഇതുവരെ എത്ര രൂപ പൊട്ടി? പ്രേമാകുമ്പം കുറച്ചൊക്കെ പൊട്ടുമല്ലോ. പൊട്ടും. ഈ പൊട്ട ഇപ്പോഴും ഐഫോൺ DMI അടച്ചോണ്ടിരിക്കുക. അവക്ക് വാങ്ങിച്ചു കൊടുത്ത ഇപ്പൊ പെണ്ണും ഇല്ല ഐഫോണും ഇല്ല. എന്റെ അവള് 2000 രൂപയുടെ മേക്കപ്പ് സെറ്റ് ഇടത്തോളം. നീ വാങ്ങിച്ചു കൊടുത്തോ? എടാ ഇത് അവള് നിന്നെ തേച്ചെന്നുള്ള ക്രെഡിറ്റ് എടുക്കാനാ. അവക്ക് ആലോചനയെങ്കിൽ നാളെ നിനക്ക് കല്യാണം വിളിച്ചു പറയടാ. വിളിക്കവളെ വിളി. എടി ശങ്കരന്റെ മോളെ, നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായടി. നിന്റെ കല്യാണാലോചന ഫണ്ണി അങ്ങ്. നിന്നെ ഞാൻ തേച്ച് വെക്കടി ഫോൺ. അവളുടെ ഒരു തിളപ്പ്. ക്രെഡിറ്റ് എനിക്ക് വേണം. ഒരിക്കലും പറയണം. കൊടുക്കടാ, രക്ഷപ്പെടട്ട്. ഇനി നിന്നെ ഈ ഏരിയയിലെങ്ങാനും കണ്ടോ? നീയാണാടാ എന്റെ അനിയൻകുട്ടനെ തൊട്ടത്. എന്റെ പൊന്നരവിന്ദ, ഇവ ഒരു തൊട്ടിയം കൊണ്ടുവരുമെന്ന് വിചാരിച്ചപ്പോ ഇത്ര വാളിയാവൂന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല അണ്ണന്റെ പേരെന്തിരി? കണ്ണൻ. അതും ഞാൻ പ്രതീക്ഷിച്ചു. ഒന്നേ കണ്ണൻ അല്ലെങ്കിൽ വിഷ്ണു. നീ ഇവനെ എങ്ങനെയാടാ അടിച്ചത്? ഒന്നുകൂടെ അടിയടാ. നീ വാളിത്തടവെന്ന് കേട്ടിട്ടുണ്ടാ? ചെറ്റമുക്ക് തൊട്ടിത്തടാൻ കേട്ടിട്ടുണ്ടോ? എടാ നിന്റെയൊക്കെ രാജ്യമൊക്കെ എങ്ങനെയാ ഞങ്ങൾക്കറിയാവുന്നത്? ഞങ്ങള് മനുഷ്യരാ. പണ്ട് തൊട്ടേ ഉള്ള ഒരുത്തനെ തൊട്ടിടുമ്പോ അവർ അണ്ണനെ വിളിച്ചോണ്ട് വരും. ഇനി അവനെ അടിച്ചാൽ അവ അടുത്ത അണ്ണനെ വിളിച്ചോണ്ട് വരും. സ്കൂൾ തൊട്ട് കാണാൻ തുടങ്ങിയതാ. നിനക്കൊന്നും ഒറ്റയ്ക്കൊന്നും അടിക്കാനുള്ള ഉറപ്പില്ലേടാ. നീ എന്തിനാടാ എന്റെ ചെറുക്കനെ തേമ്പിയത്? അവന് കാമുകി എടുത്താൽ ഇളക്കം. പിന്നെ അവന്റെ കാമുകി എടുത്തല്ല നിന്റെ കുഞ്ഞമ്മേടെ തളവൂ. ഇവന്റെ കാമുകി എടുത്താടാ ഇവനെ ഇളക്കം. ഉണ്ണിക്കണ്ണ പെണ്ണേസില്ല. ജോസ്കോ അല്ല ചുങ്കത്ത്. അണ്ണാ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 8ാം ക്ലാസ്സിലുള്ള രമയെ വിളിച്ചിറക്കിയുണ്ടപ്പോ ഞാനും ഉണ്ടായിരുന്നുള്ളൂ കൂടെ. ഇപ്പൊ നിങ്ങൾക്ക് കൊച്ചുങ്ങൾ കണ്ട അതിന് കാരണം ഞാനാ. ഉണ്ണിക്കണ്ണ ജീവിതത്തിൽ ഞാനും ഉണ്ടായിരുന്നുള്ളൂ കൂടെ. ഒന്ന് സംസാരിക്കും ചാമ്പ്.
നിന്റെ കാമുകിയല്ല, വേണ ഇവന്റെ കാമുകിയും തൊട്ടിലിട്ട് ആട്ടും. അരവിന്ദ കൈവാക്കി നിന്ന് മാറിയുന്നേ. എന്തുവാടാ ടൂളിൽ പോടാ? അല്ലടാ വായിന്ന് കൂള് തെറിച്ചു പോയടാ. പോടാ. മനസ്സിലായില്ലേ? ഇനി ഇതിലും വലിയ വാളി വരുമെന്ന്. അടുത്ത വല്ല സൽമാനിക്ക ആയിരിക്കും. ചെക്കനും പെണ്ണിനും ഒന്ന് രണ്ട് സംസാരിക്കാനുണ്ടെങ്കിൽ 3-4 ഒക്കെ സംസാരിക്കട്ടെ. ഫണ്ണ് തന്നെ പോയി സംസാരിച്ചിട്ട്. നീ വരുന്നില്ലേ? എന്തേലും ഒരുമിച്ച് കേട്ടാലോ? പോയി സംസാരിക്കണം. അച്ഛനല്ലേ അത്? നൈസ്. ഒരച്ഛനേ ഉള്ളൂ? സോറി, ഒറ്റ മോളല്ലേ? ഓക്കേ. ടെൻഷനാണോ? ടെൻഷനോ? ചെറുതായിട്ട്. ഇതേല് ശരിയായ മതിയായിരുന്നു. സത്യം. TMT കമ്പിയ മാമുണ്ടായിരുന്നു. മാമല്ല പാപ്പം ഉണ്ടെന്ന്. പ്രേമമുണ്ടോന്ന് ചോദിക്കേ. ഉമ്മ കൊടുക്കണോ? വേറെ പ്രേമൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ അവൻ സീരിയസ് അല്ലായിരുന്നു. ഇനി സീരിയസ് ആവുകയാണെങ്കിൽ കല്യാണത്തിന്റെ തലേന്നൊന്നും പറഞ്ഞാലല്ലേ? ലോൺ എടുത്തിട്ടൊക്കെയാ കല്യാണം നടത്തുന്നേ. അവരിപ്പോ 7-8 ഒക്കെ സംസാരിച്ച തീരുമാനമൊന്നും പറഞ്ഞില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. നല്ല ഫ്രഷ് ഡയലോഗ്. പറഞ്ഞിരുന്നാ മതി. അങ്ങനെ ഇതും പോയി, ഇതും പോയി. അടുത്തത് പിടിക്കാം. ചേട്ടാ 2 പാക്കറ്റ് കപ്പലണ്ടി. അവിടെ അച്ഛൻ്റെ കപ്പലണ്ടി പൊട്ടി. കൺഫേം. വണ്ടി എടുക്കും. എന്താ മോളെ? മാഷ ക്ലച്ചിന്റെ ഹൈറ്റ് കുറവാണെന്ന് തോന്നുന്നു. ഒന്ന് സർവീസ് ചെയ്താൽ ശരിയാവും. പോൾ വാക്കറിന്റെ പെങ്ങളെ എല്ലാം അറിയാവക്ക്. മോളുടെ ഗീറടക്കം ശരിയല്ല, നമുക്കൊന്നുകൂടെ പഠിക്കാം. ആ കൈങ്ങട് അത് സെക്കൻഡ്. ഫസ്റ്റ് മാഷ നമുക്കും കയറിടാനൊക്കെ ഉള്ള. എടാ കൈലാസൻ ഡ്രൈവിംഗ് സ്കൂളിൽ എല്ലാം ക്ലിയർ ആക്കി തന്നിട്ടേ വിടത്തോളൂ. മാഷേ എനിക്ക് നാളെ ടെസ്റ്റാ. ഓ മോളൊന്ന് ബാക്കിലോട്ട്. നീ ഇങ്ങോട്ട് വാടാ. മാഷേ ഈ തിരുവനന്തപുരം വരെ പോവാനേ എത്ര കിലോമീറ്റർ കാണും? ഒരു 64 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടോ? കൂടും. കൂടുമല്ലേ? അപ്പൊ അവിടെ ചെന്നിട്ട് നേരത്തെ ഇറങ്ങണം. എന്റെ പൊന്ന് കനകരാജൻ, നീ ടെസ്റ്റിലെ സംശയം ചോദിക്കി. മാഷേ അപ്പൊ നാളെ ടെസ്റ്റിന് പോലീസുകാരാണോ? ആ. അയ്യോ അവരെന്നെ എന്തെങ്കിലും ചെയ്യോ? അറസ്റ്റ് ചെയ്യും. അയ്യോ എന്തിന്? എന്റെ പൊന്നെ ഇറങ്ങടാ. നീ ഒരു ടെസ്റ്റിന് തോക്കണം, എന്നാലും നീ പഠിക്കും. സുമിത്ത് വാ. സുന്ദരനെ വീട്ടിലെ എണ്ണടിയൊക്കെ കൊള്ളാം. സീറ്റ് ബെൽറ്റ് ഇടാ. ഒന്നും ഇല്ലല്ലോ പറ്റിയത്. അങ്ങോട്ട് ഓരോന്ന് വന്നോളൂ. മാഷ എനിക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയാം, അത് പേടിക്കണ്ട. പിന്നെ ഈ റോഡ് ടെസ്റ്റിന് പോകുമ്പോ അവരെന്തോ കാണിക്കണ്ടേ? എന്താ അത്? കൊല്ലണം കുത്തി കാണിക്കണോ പോലീസുകാരനെ? മറന്നു ഹാൻഡ് സിഗ്നല്. ഈ കൈ വെച്ചാ കീറട്ടെ. കുമാര, ഓ നിനക്ക് ലൈസൻസ് കിട്ടിയല്ലേടാ? പിന്നെ എന്തോ തലിക കയറിയിരിക്കുന്നു? മാഷി ലൈസൻസ് ഉണ്ടെങ്കിലും എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂല മാഷില്ലാണ്ട്. ഇന്ന് എന്റെ കൂടെ വർക്കല വരെ ഒന്ന് വരണം. വണ്ടി എടു. ചവിട്ട്. അപ്പൊ നീയാ? ഞാൻ സ്റ്റിയറിംഗേ നോക്കത്തുള്ളൂ. മാഷൂണ് അവിടെ ആക്സിലേറ്റർ കൂട്ടാൻ. അങ്ങനെയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചേ? അങ്ങനെയല്ലേ. അറബി എടുത്തോറിന് ലീവ് 2 ആഴ്ചത്തെ കൂടെ നീട്ടിത്തരാൻ പറ. ഇത്തവണ കല്യാണം കഴിച്ചിട്ടേ ഞാൻ വരുത്തുള്ളൂ. വാപ്പായും ബ്രോക്കറും ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ല. ഇതിന് മറ്റേ ബസ്റ്റി ഉണ്ടാ? ദേ പൂക്കളാമ. പ്രഹ്ലാദ മാമൻ. എനിക്കിന്നൊരു പെണ്ണിനെ കിട്ടിയേ പറ്റത്തോളൂ. ഇവന് ഏതർത്ഥത്തിൽ മാമാന്ന് വിളിക്കുന്നത്? അതല്ല എടാ മോനെ, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കെല്ലാം കാമുകന്മാരും ബസ്റ്റി. നമ്മളൊന്ന് കുറ്റാലത്തോയി കണ്ട പെൺകൊച്ചിന്റെ കാര്യം എന്തോയി? കുറ്റാലത്തുള്ള പെണ്ണിന് കുട്ടിക്കാലത്തുള്ള പയ്യനുമായിട്ടൊരു കുട്ടിക്കളി. അപ്പൊ പത്തനംതിട്ടയിൽ പോയി കണ്ടതോ? പത്തനംതിട്ട കണ്ട പെണ്ണിന് പത്തനാപുരത്തുള്ളൊരു പയ്യനുമായിട്ടൊരു പഞ്ചാരടി. കഴിഞ്ഞ ആഴ്ച ഇടവേ പോയി കണ്ടതോ? ഇടവേ കണ്ട പെണ്ണിന് ഇടവഴി വെച്ചൊരു. യോ അതൊക്കെ ഞാൻ അങ്ങനെ എന്റെ മോനോട് പറയുന്നേ. മോനെ അവള് നിന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയതല്ല. എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയതല്ല. പിന്നെ ഞാൻ എന്തോ ചെയ്യും? ബോലോ മാമ ബോലോ. പാസ്. മോനെ ഇതൊന്ന് കണ്ടുനോക്ക്. ഇത് ആച്ചിക്ക് പറ്റത്തില്ല. അത് അതെന്റെ ബെസ്റ്റിയാ. ഇങ്ങോട്ട് ഓടാ മന്ദാര ചെപ്പുണ്ടേ. അവനെ വിടറാ. മാമ നിങ്ങൾ എന്റെ സ്റ്റാൻഡേർഡ് വിട്. താഴോട്ടോ. സ്റ്റാൻഡേർഡ് കുറഞ്ഞ മതിയെങ്കിൽ സ്റ്റാൻഡിൽ പോകേണ്ടി വരും. തനി മാമാവല്ലേ അങ്ങ്. നീ വല്ലവരെയും കണ്ടുവച്ചിട്ടുണ്ടാ? ഓ അല്ല, ഉണ്ടെങ്കിൽ നമുക്ക് നടത്താന്നേ. ആ പറഞ്ഞ നാക്കൊന്ന് കാണിച്ചേ. ഇങ്ങനെ എന്റെ ജീവിതം നശിപ്പിച്ച. പഠിക്കാൻ വിട്ട സമയത്ത് പറഞ്ഞ് പ്രേമവും മണ്ണാങ്കട്ടയൊന്നും വേണ്ട, സമയമാകുമ്പോ നിങ്ങൾ കണ്ടുപിടിച്ചു തരാന്ന്. എന്റെ സമയമായി. സമയം അതിക്രമിച്ച്. എന്റെ പെണ്ണിനെത്താ. നമുക്ക് ശരിയാക്കാം. ഞാൻ തിരിച്ച് ഗൾഫിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്നേ പെണ്ണിട്ടിട്ടായിരിക്കും, അല്ലേ തന്നെ കൊന്നിട്ടായിരിക്കും. ഗ്യാപ്പ് കിട്ടിയ തന്നെ പേടിക്കണ്ട. ഒരുമിച്ച് സച്ചു അവിടെ അവന്റെ കസിൻ ദുബായി വന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് പോരും. മച്ചാമാരെ, ഹബീബി, ഇതൊക്കെയാണ് നിന്റെ ലോക്കൽ ഫ്രണ്ട്സ്. ബ്രോ, ദുബായിൽ എനിക്ക് ഇത്ര മുടി ഉണ്ടായിരുന്നു.
ദുബായിൽ വന്നിട്ടുണ്ടോ? ഇല്ല. വരത്തില്ല, എനിക്കറിയാം നിന്നെ കാര്യമുണ്ട്. ദുബായി പോയിട്ടില്ല. എടാ ഇതാ എന്റെ കസിൻ ആകാശ് ഫ്രം ദുബായ്. ദുബായ്. ബ്രോന്റെ ഡാഡി എന്ത് ചെയ്യുന്നു? ഹീസ് എ വണ്ടർഫുൾ മാൻ. വാവ് ഷിറ്റ്. ബ്രോന്റെ ഡാഡി? എനിക്ക് ഡാഡി ഇല്ല. സാഡ്. എന്റെ അച്ഛൻ റബ്ബർ വെട്ടാണെന്ന് ഇവനെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. ഇവന്റെ അച്ഛൻ ലുലുമാളിൽ നിന്ന് ഓഫറിന് വാങ്ങിച്ചു. എന്താ ബ്രോ? അല്ല ദുബായിലെ ലുലുമാൾ ഉണ്ടോന്ന് ചോദിച്ചു. സി ബ്രോ, ലുലു എന്ന പേര് യൂസുഫക്കാക്ക് പറഞ്ഞു കൊടുത്ത എന്റെ വാപ്പയാണ് അല്ലേ സച്ചു? അതെ അതെ, അതിനു മുമ്പ് അവർ അമ്പർ സുനി ഹൈപ്പർ മാളെന്ന് ഇടാൻ വെച്ചത്. എങ്കിൽ വാ നമുക്കൊരു ചായ മടേ തള്ളാം. സി ഇവിടെ ഒട്ടകപ്പാലി കിട്ടും. അവനെങ്കിൽ പിറകോട്ട് വിളി, പിന്നെ കൊടുക്കാം. എന്താ ബ്രോ? അല്ലല്ലേ, നമ്മുടെ ഇവിടെ സർക്കസിനൊക്കെ ഒട്ടകത്തെ കൊണ്ടുവരാറുള്ളൂ. സി എനിക്ക് ഒട്ടകപ്പാലില്ലാതെ പറ്റില്ല. എന്നാ നമുക്ക് ഷേക്ക് കുടിക്കാൻ. ഓ ഷേക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സി സച്ചു, അടുത്ത തവണ വരുമ്പോ ദുബായിലെ ഷേക്ക് ആയിരിക്കും എന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ മുരളി. ഓ മുരളി ഷേക്ക്. മുന്തിരി ഷേക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സച്ചു തനിക്കോണം കാണീര്, അവൻ വീട്ടിൽ പറയൂല, ഇല്ലേ ഞാൻ കാണിക്കും. എന്തോ ഷേക്ക്? മുസംബി ഷേക്കോ? മുരളി ഷേക്ക്. എന്റെ തന്തയ്ക്ക് അവിടെ എന്തോന്ന് പണി? കമ്പനിയില് KKS. അത് ഇവിടുത്തെ ചിട്ടി കമ്പനിയില്ലേ? അവിടെ കളർ കോഴിക്കുഞ്ഞ് സ്റ്റാൽഫ, ഒരു കോഴിക്ക് 1 ദിർഹം. KKS. സച്ചു മറന്നലു. നീ പണ്ടെന്റെ വീട്ടിൽ വെക്കേഷന് വരുന്നിടം തൊട്ട് ഞാൻ ഊങ്ങി വെച്ചിരുന്നേ. വീട്ടിൽ പോടാ. വഴി അറിയില്ല. ഞാൻ കൊണ്ട് വീട്ടിലോട്ട് ആക്കിയിട്ട് വരാം. ഷേക്കിന്റെ മുമ്പാ. ഷേക്കിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കൂ. പറയണോ? പറഞ്ഞു കൊടുത്താൽ കൂമ്പിടിച്ചാൽ മട്ടും വന്നു. മാഫി. Inhale 1, 2, 3, 4. എവിടെയോ മീൻ പൊരിക്കുന്നത് നല്ല മണം. അയിലേ യോഗയിൽ 84 ആസനങ്ങളാണുള്ളത്. നവാസിന് അറിയാവുന്ന 2 ആസനങ്ങൾ പറയൂ. ശവായിസനം. അൽഫാം സനം. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നവാസെ, മൂക്കുമുട്ട തിന്നിട്ട് ആസനം കമത്തിയുള്ള കിടത്ത വേണ്ടാന്ന്. സാറ് പറഞ്ഞ ഡയറ്റ് റൊട്ടി ഒന്നും ശരിയാവുന്നില്ല. അയ്യോ എന്തോ പറ്റി? സാറ് പറഞ്ഞ ചിക്കനും കിഴങ്ങൊന്നും കഴിച്ചിട്ട് എന്റെ വണ്ണമൊന്നും പറയുന്നില്ല. നീ എങ്ങനെ കഴിച്ചത്? ഞാൻ KFC പോയിട്ട് ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു. ശാന്തം. കാര്യം സാറ് ബസുമതി റൈസ് കഴിക്കാൻ പറയാന്. ഇല്ലേ അവൻ ഡെയിലി മന്തി വാങ്ങിച്ചു തിന്നാൻ. എന്റെ ഫോൺ എടുത്ത് ആരാന്ന് നോക്ക്. സാറേ കുക്കിരി. കുക്കിരിയോ? ആരുടെ കുക്കിരി? നോക്കട്ടെ. എടാ KU ഗിരി. ഇനിഷ്യലായിരുന്നു. ഏതോ ആസനത്തിന് ഡൗട്ട് വയ്ക്കാൻ വിളിക്കുക. അടുത്തതായി നമുക്ക് കുക്കുഡ് ആസനം പിടിക്കാം. ശ്രമിക്കുക. പൊങ്ങണില്ല. അയ്യോ എനിക്കും പൊങ്ങുന്നില്ല. സാറേ എന്റെ പൊങ്ങുന്നേ ഇല്ല. എടാ ഇതിനൊക്കെ പ്രാക്ടീസ് വേണം. പക്ഷേ ഈ ആസനം ഒരു സുഖമില്ല. നമുക്ക് അടുത്ത ആസനം പിടിക്കാം. എന്നാ നമുക്ക് നവാസനെ പിടിക്കാം. ബാ. എടാ നവാസിനെ പിടിക്കാനല്ലടാ, നവാസനം. സോറി നവാസ്. ഓക്കെ. പറ്റുന്നുണ്ടോ? നവാസിന് പോലും ഇവിടെ നവാസനം പറ്റുന്നില്ല. സാറേ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. എന്നാ നിനക്കൊക്കെ ഇഷ്ടമുള്ള ആസനം അങ്ങ് ചെയ്യും. ഈ ആസനം ഇല്ലായിരുന്നു എന്ത് ചെയ്തു? മനസ്സിൽ മൊത്തം ശവായി ഷവർമേ ശവാസനവും. പിന്നെ എനിക്കെന്തിന്റെ കുരു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പറഞ്ഞു ഞാൻ കൈകാര്യം ചെയ്തോളാം. അച്ഛാ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോവാൻ കുറച്ച് പൈസ വേണമായിരുന്നു. എന്തോന്നാ മോണാക്ട് മിമിക്രി ഒരുമിച്ചാ മാറിയില്ലടാ. എടാ ഞാനൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്തെ കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെ പൊക്കോണ്ടിരുന്നത്. നീരെന്ത് ശബരിമലയ്ക്ക് ടൂർ പോയത്? പിന്നെ പഠിക്കണമെങ്കിൽ പോസ്റ്റിന്റെ വെട്ടത്തിന്റെ അടിയിരുന്നാലേ പാച്ചാൻ പറ്റത്തുള്ളായിരിക്കും. അച്ഛൻ എത്രാം ക്ലാസ് വരെ പഠിച്ചു? 2ാം ക്ലാസ്. APPL അപ്പോഴൊന്ന് പാച്ചാൻ വേണ്ടിയാണെങ്കിൽ പോസ്റ്റിന്റെ അടിയിൽ പോയിരുന്നത്. അല്ല നിനക്കൊക്കെ എത്ര രൂപ ടൂർ ഫീസ്? 5000. കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഇങ്ങോട്ട്. ഇതിൽ നിന്ന് ഞാൻ 5 ചോദ്യം ചോദിക്കും. ഓരോ ചോദ്യത്തിനും 1000 രൂപ. പക്ഷെ ഉത്തരം പറയട്ടെ. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? നല്ല പോഷകമുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവ്. ഗോതമ്പ്. ഇത് ഗ്ലോബൽ വാർമിംഗ് വേറെ. അറിഞ്ഞൂടച്ച. 1000 കട്ടെ. എന്താണ് ന്യൂട്ടന്റെ വേണ്ട 2ാമത്തെ ചലന നിയമം? ന്യൂട്ടന്റെ 1ാമത്തെയും 3ാമത്തെയും ഇടയിലുള്ള ചലനമാണ് 2ാം ചലന നിയമം. എടാ അത് ഭയങ്കര സംഭവമായി പോയല്ലോടാ. അത് ഭയങ്കര സംഭവമായിരുന്നു. അന്നൊന്നും അവധിയൊക്കെ ഉണ്ടായിരുന്നു. 2000 കട്ടെ. അടുത്ത കെമിസ്ട്രി എന്ന് പറഞ്ഞേ കെമിക്കൽ ലൈം സോഡയുടെ ഫോർമുല. ഞാൻ പറയാം. ആദ്യം 2 ചെറുനാരങ്ങ എടുത്തിട്ട് പിന്നെ ഒരു സോഡ എടുത്തിട്ട് 3000. വെള്ളം വലിയ ഒഴിക്കുന്ന ഡയറക്റ്റ് സോഡ കഴിക്കൂ. ബാബോ 2000 രൂപ തുകയുണ്ട്. ഇനി 1000 കിട്ടിട്ട് എന്തിനു മന്തിനാ? ബാ. വിവരമില്ലാത്തവന്മാര്. അല്ല അച്ഛന് ഭയങ്കര അറിവില്ലേ? ഒരു ചോദ്യം ചോദിച്ചാലോ? ഓക്കെ. അതെ കേരളത്തിന്റെ തലസ്ഥാനം ഏതാ? ഇന്ത്യ. കറക്റ്റ്. ബാബുവാ.